അപ്പോൾ നമ്മളിതാട്ടോ ഇവിടെ ഇങ്ങനെ ലൊക്കേഷനിൽ പോയി ഇങ്ങനെ ലൊക്കേഷനിലേക്ക് ഓട്ടോ വിളിച്ച് പോവാൻ കേട്ടോ. ശരിക്കാൻ വേണ്ടി അത്യാവശ്യം നല്ല നമ്മൾ കോഴിക്കോട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കോഴിക്കോട് കണ്ണൂർ റൂട്ടിലുള്ളത് നമ്മൾ ഇങ്ങനെ പിന്നെ നല്ല എ സി ഒക്കെ ഇട്ട് ഇവിടെ ചെറുങ്ങനെ മഴ ഉണ്ടോണ്ട് കേട്ടോ. പുറത്തൊക്കെ ഇവിടുത്തെ കയറിയ പാടന്നെ പിന്നെ ഡ്രസ്സൊക്കെ കുപ്പായ കൂരിയിട്ട് പൊതച്ച് കിടക്കുക കേട്ടോ. ബാംഗ്ലൂർക്ക് പോവാണ്. ഇപ്പൊ നമ്മള് ബസ്സിൽ കഴിഞ്ഞിട്ട് നാളെ രാവിലെ നമ്മളാണ്. അപ്പൊ നമ്മൾക്ക് എന്തൊക്കെ കൊണ്ടാവണേ നോക്കട്ടോ. ആദ്യം തന്നെ നമ്മൾ 2 കഥാപുസ്തകം ബോറടിച്ച് കൊടുക്കണ്ടേ നമുക്ക് കാണിച്ചു. അപ്പൊ നമ്മള് ബാംഗ്ലൂർക്ക് പോവാണ്. ഈ ചെറിയൊരു ട്രിപ്പ് കേട്ടോ. നമ്മളെ എക്സ്ട്രീമിൻ്റെ ബസ്സിലാണ് അവിടെ പോകുന്നത്. അപ്പോൾ ആ യാത്രാവിശേഷമാണ് ഇന്നത്തെ വ്ളോഗിലുള്ളത്. കുറച്ചൊക്കെ മോള് പറഞ്ഞു. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് യാത്ര മധ്യേ കാണാം. അപ്പൊ നമ്മള് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യം തന്നെ നമ്മള് ഡ്രസ്സ് ആയിട്ടാണ്. ഇതിന് മറ്റുള്ള ഡ്രസ്സാണല്ലോ നമുക്ക് ബസ്സിൽ നിന്നും പിന്നെ പോകുമ്പോ പിന്നെ ഫോട്ടോ എടുക്കാൻ പോകുമ്പോ ഒക്കെ ഇടാന് ഉള്ള ഡ്രസ്സ്. ഇതിലിപ്പം ചാർജർ അങ്ങനത്തെ ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾക്ക് ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് ബസ്സിലുള്ള വീഡിയോ കൂടി ഞങ്ങൾക്ക് കാണിക്കാം കേട്ടോ. അപ്പം നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഈ വേണ്ടിയിട്ട് പോണം. അതിനകത്ത് ഇപ്പം വയനാടേക്ക് അങ്ങനത്തെ സ്ഥലത്തേക്ക് പോയിട്ട് ഊട്ടിക്ക് വയനാടേക്ക് അങ്ങനത്തെ സ്ഥലത്തേക്ക് പിന്നെ പാർക്കൊക്കെ വയനാടത്തെ അങ്ങനത്തെ ഒക്കെ സ്ഥലത്തൊക്കെ പോയിട്ടുള്ളൂ. ഇത് നമ്മൾ ബാംഗ്ലൂർക്കാണ് പോണത്. ഇതാണ് കേട്ടോ നമ്മൾ പോണത്. അപ്പം നമ്മൾക്ക് പോകുമ്പോൾ എന്തൊക്കെ കാണാൻ എന്തൊക്കെ ഉണ്ടാകുന്നൊക്കെ നോക്കട്ടോ. നമ്മളിതാട്ടോ നമ്മളാ ബസ്സിലെത്തി. കുറച്ച് ലേറ്റായി പോയി. അപ്പോൾ കൂടുതൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. ബസ്സിൻ്റെ ഉള്ളിൽ കാണിച്ചരേ. ഇതാണ്ടോ ബസ്സിൻ്റെ ഉള്ളിൽ വരുന്നേ. പിന്നെ അതാ ഐനോസും ഇംബ്രൂസൊക്കെ അതിൻ്റെ മുകളിൽ കയറി ഇരിക്കുന്നുണ്ട്. നമ്മളായി അവിടെ കയറി സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളോട് അങ്ങോട്ട് കയറട്ടെ കേട്ടോ. നമ്മള് ബസ്സിലെത്തിയിട്ടുണ്ട്. ഓള് നല്ല നല്ല ഇതിലാട്ടോ, വാട്ടത്തിലാ. നല്ല എക്സ്പ്രഷൻ ഉണ്ട്. ഇഷ്ടപ്പെട്ടോ? എ സി ഒക്കെ ഉണ്ടല്ലേ അതിന്? നമ്മള് ചെറിയ റൂമോ നമ്മൾ ഇവിടെ എത്തിയോ? ഇവിടെ എത്തി നമ്മള് ഏറ്റേ ഇളമരം. അപ്പൊ തന്നെ ഞങ്ങള് സ്റ്റാർട്ട് ചെയ്ത് യാത്ര. എന്തായാലും അടിപൊളിയായിരിക്കും. ബസ്സൊക്കെ അടിപൊളിയായിട്ടോ. നീറ്റ് ആൻഡ് ക്ലീൻ ആട്ടോ ബസ്. അപ്പം നമ്മൾ കോഴിക്കോട് കഴിഞ്ഞ വീഡിയോ എടുത്തിന് വെച്ചിട്ടോ. അപ്പൊ ഞാനില്ലേ ആയിട്ടോ. അല്ല ഇപ്പോഴും ഞാനും ഇവിടെ ഇരിക്കണമെന്ന് കണ്ടിട്ടുണ്ടാവും. അപ്പൊ നമ്മള് കോഴിക്കോട് കഴിഞ്ഞിട്ടോ പോയി. ഇതാണ് നമ്മളെ പിരാന്തനി. വലിയ പിരാന്തനി അവിടെ ഉണ്ടല്ലേ. എന്നിട്ട് നമ്മള് കോഴിക്കോട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കോഴിക്കോട് കണ്ണൂർ റൂട്ടിലുള്ളത്. നമ്മള് ഇങ്ങനെ പിന്നെ നല്ല എ സി ഒക്കെ ഇട്ട് ഇവിടെ ചെറുങ്ങനെ മഴ ഉണ്ടോണ്ട് കേട്ടോ. പുറത്തൊക്കെ ഇവിടുത്തെ കയറിയ പാടന്നെ പിന്നെ ഡ്രസ്സൊക്കെ കുപ്പായ കൂരിയിട്ട് പൊതച്ച് കിടക്കുക കേട്ടോ. ഒരു ചെറിയ സൈക്കോണല്ലേ. ആസാമി ഇതായിട്ട് നീച്ചിട്ട് ഇതാ അപ്പൊ നല്ല ഉറക്കുറങ്ങി നീച്ച് ഞങ്ങൾ കേട്ടോ. ലേസൊക്കെ അടിക്കട്ടെ കളി. ഇവിടെ ഏകദേശം കർണാടക ഒക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഏറെക്കുറെ കർണാടക എത്തി. അപ്പൊ ഇനി 1 മണിക്കൂർ 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ഉണ്ടാവുള്ളൂ ബാംഗ്ലൂരായിട്ട്. ഓക്കെ, ടീ ടൈമായിട്ട് ഇവിടെ നിർത്തിയതാട്ടോ വണ്ടി. നല്ല അടിപൊളി ചായയും പഴംപൊരിയൊക്കെ കഴിച്ചിട്ടോ. അതുപോലെ നമ്മൾ ആ ബാംഗ്ലൂർ ഇവിടെ എത്തിയിട്ടുണ്ട്. തലാസിപ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്തിട്ടോ. തലാസിപ്പാലം ജംഗ്ഷനിലെത്തിയിട്ടുണ്ട് നമ്മൾ.
അനുസേ അനുസൊക്കെ നല്ല ഉറങ്ങിയതായിട്ടില്ലേ അമ്മ ഉറക്കോ ഉറങ്ങി നമ്മൾ ജംഗ്ഷനിലായിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ഊബറിൽ വെയിറ്റ് ചെയ്തിരിക്കുക ഊബർ പോകാനും വേണ്ടിയിട്ട് ഏകദേശം ഒരുവിധം പച്ചക്കറികളെല്ലാം വരുന്ന മാർക്കറ്റ് നമ്മളെ കേരളത്തിലുള്ള വണ്ടികളും ഒക്കെ വന്നിട്ട് ഇവിടുന്ന് സാധനം കയറ്റുന്നുണ്ട് മല്ലിച്ചപ്പിൻ്റെ ഒരു കൂട്ടത പപ്പായൻ്റെ ഒക്കെ ചാകര ഉണ്ടോ പൈനാപ്പിൾ ഇതാ കിടക്കുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല വലിയൊരു മാർക്കറ്റാണ് കേട്ടോ നമ്മൾ സിഗ്നലാണ് വരാൻ പോകുന്നത് കേട്ടോ തലാസിപ്പാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പം നമ്മളുള്ളത് കേട്ടോ തലാസിപ്പാല എന്ന് പറഞ്ഞിരുന്നത് തലാസിപ്പാലല്ല തലാസിപ്പാല ഓക്കെ അപ്പോൾ നമ്മളിതാട്ടോ ഇവിടെ ഇങ്ങനെ ലൊക്കേഷനിൽ പോയി ഇങ്ങനെ ലൊക്കേഷനിലേക്ക് ഓട്ടോ വിളിച്ച് പോവാൻ കേട്ടോ ശരിക്കാൻ വേണ്ടി അത്യാവശ്യം നല്ല തിരക്കുള്ള മാർക്കറ്റാണ് കേട്ടത് പച്ചക്കറിയുടെ ഒക്കെ ഒരു മാർക്കറ്റാണ് മെട്രോ വെയിറ്റ് ചെയ്യാണ്ട് ഇതാ ടിക്കറ്റും കാര്യങ്ങളൊക്കെ കേട്ടോ ഓക്കെ അതിന് എവിടെ വാ ഫ്രണ്ട്സ് നമ്മളിതാ ഇവിടെ ബാംഗ്ലൂർ നമ്മളെ റൂം ഓൾറെഡി ബുക്ക് ചെയ്തിട്ട് പോന്നായിരുന്നു കേട്ടോ അവിടെ എത്തിയിട്ടോ അതാ അവിടെ നല്ലൊരു ഓപ്പൺ സിറ്റ് ഔട്ട് ഉണ്ട് അപ്പോൾ അവിടെ നമ്മളിങ്ങനെ നല്ല തണുപ്പാട്ടോ അവിടെ അത്യാവശ്യം നല്ല തണുപ്പാണ് നല്ല തണുപ്പാണ് എന്നല്ലേ ലൊക്കേഷൻ വരുന്നത് ഇങ്ങനെ കേട്ടോ ഒരു പരുന്ത് പോണിട്ടാ അപ്പോൾ നമ്മളെ റൂം നമ്മൾ കാണിച്ചെന്നില്ലായിരുന്നില്ലേ ഇതാണ്ട് നമ്മളെ റൂം വരുന്നത് ബാത്റൂം ഇവിടെ അതുപോലെ തന്നെ ഒരു ബാൽക്കണി ഉണ്ട് കേട്ടോ നമ്മളെ അടുക്കളൻ്റെ ഭാഗത്ത് കേട്ടോ അടിപൊളി റൂമായിരുന്നു കേട്ടോ വലിയ കുഴപ്പമൊന്നുമില്ലാത്ത നല്ല വൃത്തി നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു കേട്ടോ ഇതല്ലേ കിച്ചൺ വരുന്ന ഇവിടെ പിന്നെ ഒരു ബെഡ് സ്പേസ് ഇവിടെ നമുക്ക് എക്സ്ട്രാ തന്നിട്ടുണ്ട് മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ നല്ലൊരു ബെഡ് ഇവിടെയും പിന്നെ ഐഫായിട്ടാ ഉറങ്ങുന്നത് ഡേ നല്ല പുതിയൊരു ബിൽഡിങ്ങുള്ള റൂമാണ് കേട്ടോ എല്ലാവരും അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂം തന്നെയാണ് കേട്ടോ ഞങ്ങൾ പോയിട്ട് എന്ത് ചെയ്യാം ചായ കുടിച്ചിട്ട് വരാം ചായയും കൂടി കാണിച്ചു തരാം അപ്പോൾ നമ്മൾ എംബ്രൊക്കെ തട്ടോ നല്ല ഫൈസ്ലി ഡ്രസ്സൊക്കെ ഇട്ട് കൂട്ടപ്പനായി കേട്ടോ ആയിവാ ഇജ്ജേട്ട പോണേ ഇജ്ജേട്ട പോണേ ഏട്ടാ പോണാ എടുക്ക് എൻ്റെ ഫുൾ ലുക്ക് ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ എംബ്രോ എൻ്റെ ഫുൾ ലുക്ക് ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ സോഫ്റ്റ് ആണ് അപ്പം നമ്മളിങ്ങോട്ടാ പോണേ മാൾക്ക സൂക്ക് മൃഗശാലയ്ക്ക് ഞാൻ കോസ്റ്റ്യൂം ഒന്ന് പറഞ്ഞു കൊടുത്ത ഒരു മിനിറ്റ് അതിനേ എന്റെ കോസ്റ്റ്യൂം ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താ ഷൂ പാന്റും ഷൂവും പിന്നെ ഒരു ബാഗ് കൊടുത്തന് പിന്നെ ഒരു വാച്ചും കെട്ടി മുടിക്കൊടുക്കും ക്ലിപ്പും മുടിയൊക്കെ വെറൈറ്റി ആയില്ല അപ്പം നമ്മൾ ഫോർമാലിന്റെ ഉള്ളിലാണ് അപ്പോൾ നമ്മളെ മാളിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു മെട്രോ ഇങ്ങനെ കാണട്ടോ ഇവിടെ അടിപൊളി ഒരു മാളാണ് കേട്ടത് അപ്പോൾ ബന്നാർക്കട്ട നാഷണൽ പാർക്ക് അടുപ്പുള്ളത് അവിടെയുള്ള കച്ചവടവും കാര്യങ്ങളൊക്കെ എനിക്ക് കാണിച്ചിട്ടുണ്ട് നമ്മളിവിടെ ഒരു വണ്ടിൻ്റെ അരമണിക്കൂറായിട്ടാണ് തോന്നുന്നത് നമ്മൾ അങ്ങോട്ട് പോവാണ് മൃഗങ്ങളൊക്കെ ഒന്ന് കാണാൻ ഓക്കെ കേട്ടോ നമ്മളെ ചെറിയ ചെറിയ കച്ചവടക്കാരാണ് കേട്ടോ അതൊക്കെ അതിന് അപ്പോൾ നമ്മളിതാ നേരെ അങ്ങോട്ട് പോവാം പറയ് അവിടെ കേട്ടോ സീബ്ര ഉണ്ട് സീബ്രനെ കാണിച്ചു എന്തായാലും അവിടെ
സീബ്രേ ഇതാട്ടോ അവിടെ കണ്ടോ സീബ്ര. അപ്പോൾ അതിൻ്റെ ഉള്ളിലെ കാഴ്ചകളാണ് കേട്ടത്. നമ്മളിതാ ബസ്സിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഈ ബസ്സിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. സഫാരി ഓരോ ആളുകൾ അതിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ബാക്കിലാണ്, അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബസ് സ്റ്റാർട്ടാക്കിട്ടോ അവിടെ ആരെയായിട്ട് നമ്മൾ ഈ സൂ കാണാനാട്ടോ പോകുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ സൂവിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ട് നമ്മൾ എവിടെ കാട്ടിയാണ് കാട്ടി നമ്മളിവിടെ വരയാട് കാട്ടിയോ വരയാട് കാട്ടി അങ്ങനത്തെ പോലെ. ഇതിന്റെ പേര് അറിയുന്ന കമന്റ് കേട്ടോ, നമുക്ക് എത്ര ഐഡിയ ഇല്ല. നല്ലൊരു വൈബുള്ള സ്ഥലമാട്ടോ അത്. പിന്നെ ഒരു തടാകം മോഡൽ ഉണ്ട് അവിടെ, നല്ല ഭംഗിയുണ്ട്. മുതലകളിട്ടുണ്ടാവുമോ? കൂട്ടം തന്നെ കാട്ടുപോത്തുണ്ട് കേട്ടോ. കാട്ടുപോത്ത്, മാന് ഒക്കെ ഒപ്പരാണ് കേട്ടോ. പുല്ലൊന്നും ഇറങ്ങിയത് ഇതാണ് കേട്ടോ. ഇത് വളർത്തുന്നല്ലേ? അമ്പഞ്ച തമ്പുരോ അമ്പഴോ അത് തട്ടുട്ടാടാ ഇതിന് എല്ലാം കൂടെ. ഇതാടോ കുറച്ച് മൃഗങ്ങൾ. ഇതെത്ര സാധനം? ഇതിന് ഇവിടെ ഗ്രില്ലുണ്ട് കേട്ടോ, പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഗ്രില്ല് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ലേശം ഒരു ക്ലാരിറ്റി കമ്മി വരുന്ന വീഡിയോയില്. നല്ല കുന്നും മലകളൊക്കെ ഉണ്ട് ഇവിടെ. ഫുള്ളായിട്ട് ഫോറസ്റ്റാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഇതൊരു ഫോറസ്റ്റ് ഏരിയ ഉണ്ടോ, ഉണ്ടാവാനുണ്ട് കേട്ടോ. അവിടെയൊക്കെ നല്ലതായിട്ടുണ്ട് കേട്ടോ. ഒരു ബോർഡുണ്ട്, ഇതിൻ്റെ അതിനോട് കാണുന്നില്ല. എടാ മൊത്തം അതാട്ടോ സാധനം. ഓ മാനും അതുപോലെ തന്നെ ഈ കാട്ടിലൊക്കെ ഒരു കളിയാട്ടോ അവിടെ ഫുള്ളായിട്ടോ. നല്ല സൈസാണ് ഈ സാധനം കേട്ടോ. അതുകൊണ്ട് ഈ കിടക്കുന്നൊക്കെ ഉണ്ടല്ലേ, ഒരു പോത്തിൻ്റെ സൈസ് ഉണ്ട് കേട്ടോ. ഇവിടെ വരുന്നത് ആന കേട്ടോ. എന്നിട്ട് ആന കേട്ടോ ഇവിടെ വരുന്നത് കേസ് കേട്ടോ. ഫുള്ള് ആനകളാണ്. ഇത് വളർത്താനാണ് സംശയം. ഇതിൽ ചെങ്ങലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ അല്ല, ഇതിന് ചെങ്ങലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ചെറിയ ആന കേട്ടോ, കുട്ടി ആനയാണ്. അടിപൊളി. ഞാനും വമ്പടേ വമ്പ.
തൊള്ളക്ക് പ്ലാസ്റ്റർ ഇടും. അത് കുറെ ഒഴിവാക്കണ്ടാവുള്ളൂ. അത് കിട്ടാത്തൊക്കെ ഉണ്ടെങ്കിൽ ഒരു മയിലുണ്ട് കേട്ടോ അവിടെ, അങ്ങോട്ട് നടന്നു പോണ്. ഇവിടെ എന്തോന്നുണ്ട്, നമുക്ക് നോക്കി നോക്കട്ടോ. ആ അതാ കരടി ട്ടോ. കരടി ഉറങ്ങാണ്. ഇതാ കരടി ബേബി. ഇതാ ഇതാ ഐനൂസേ ഉണ്ടോ? ഇതാട്ടോ കരടികള് കിടന്നുറങ്ങാണ് കേട്ടോ. അപാര ഉറക്കിന്റെ ആൾക്കാരെ അംശമുണ്ട് കേട്ടോ. അല്ല ആസ്വദിച്ച് കിടക്കാണ്. നമ്മളിവിടെ ശബ്ദം ഉണ്ടാക്കണമെന്ന് പോലെ അറിയില്ല കേട്ടോ. അമ്പമ്പുരു ഇപ്പൊ ഒരു കൂട്ടം കരടി വരും കേട്ടോ. നമ്മള് കുറെ ഹിന്ദിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഇതറ് ഇവിടെ നേരെ അടിയിൽ തന്നെ ഉണ്ട് കേട്ടോ രണ്ടാൾക്കാര്. പിന്നെ അവിടെ ഒരു കൂട്ടമുണ്ട് കേട്ടോ, കാണിച്ചരേ. അപ്പൊ ഈ ക്യാമറയിൽ വരുവേ. നമുക്ക് ഈ ഗ്രില്ലുള്ളതുകൊണ്ട് കൈയിട്ട് എടുക്കാനുള്ളതില്ല, പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഗ്രില്ലാണ് കേട്ടോ. ഇതല്ലേ അതല്ലേ. ഓ അതിന്റെ നഖം നോക്കിയാ അപ്പാരട്ടോ നഖം. മോനെ എന്തൊക്കെ ഒരു മാന്തട്ടിയായിട്ടോ, തീരുമാനമായി പോകും. അപ്പൊ ഞാൻ അടുത്തത് നോക്കാം. കരടിനെ കണ്ടുട്ടോ. കരടി എന്തോന്ന് മണം പിടിച്ച് നടക്കാണ്. എന്തേ തിന്നാൻ കിട്ടുമോ നോക്കണേ. ഇനിയും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി പുലിന്റെ ഒരു സെക്ഷൻ കേട്ടോ നമ്മൾ പോണേ. പുലി അങ്ങനത്തെ ഐറ്റംസുകളാണ് തോന്നുന്നത്. നമ്മൾ വായിക്കാൻ കഴിഞ്ഞില്ല, ബാക്കിലായതുകൊണ്ടേ. ഇപ്പോൾ 2 ഗേറ്റും കാര്യമൊക്കെ ഉണ്ട് ഇത് കടന്നു പോകണമെങ്കിൽ. അത്രയും നല്ല പ്രൊട്ടക്ഷനിലാട്ടോ ഇത് ചെയ്യുന്ന ഒരു അനിമൽ പ്ലാന്റ് തന്നെയാണ് ചുരുക്കി പറഞ്ഞത്. എല്ലാ മൃഗങ്ങളും ഇതിനകത്തുണ്ട്. എന്തായാലും 370 റുപ്യാണ് ഒരാളെ ഫീസ് വരുന്നത്. അത് നഷ്ടമാവില്ല. ഓക്കെ, ഓഫ് റോഡ് ഉണ്ട് കേട്ടോ മോൾക്കൊക്കെ. അതിന് വേറെ ഫീസ് വരുന്നുണ്ട്. ഇതോട്ടോ അവിടെ സൂം ചെയ്ത് കാണിച്ചത് പുലി. അല്ല ഒന്ന് ബാക്ക് അടിക്കാരനായി അവിടെ. ആ അവിടെ ഇരിക്കുന്നില്ലേ, ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ ഇരിക്കണേ. ആ കുറച്ച് ദൂരാണ്. പിന്നെ ഇവലെ പ്രത്യേക ഒരു ഇതിൻ്റെ ഗ്രില്ലിൻ്റെ ഉള്ളിലാട്ടോ ഇട്ടത്. അതുകൊണ്ടാട്ടോ നമുക്ക് ക്ലാരിറ്റിയിൽ കിട്ടാത്ത. കടുവ നല്ല മുന്നിലാട്ടല്ലേ. അതിന് സാർ ഇങ്ങോട്ടേക്കാ ഇതെല്ലാം കണ്ടോ? ഓക്കെ, ഓളോളെ മാമന്റെ കൂടെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇതാട്ടോ സിംഹത്തിനെ നമ്മൾ കണ്ടിരിക്കുകയാണ്. ഒരു ആൺസിംഹവും ഒരു പെൺസിംഹവും ആയിട്ടുള്ളത്. അടിപൊളിയാട്ടോ. നോക്കിയതാ. ഓ 9 സൈസ് ഇട്ടോ. ഈ വീഡിയോയിലൊന്നും അല്ലതില് ശരിക്കില്ലേ. ഏകദേശം ഔട്ടതാട്ടോ അതിന്റെ ബാക്കിൽ ഇരിക്കണ. ഞാൻ ഫോക്കസ് ചെയ്യും. ഇതാട്ടോ നമ്മളെ ആൺസിംഹം കേട്ടോ. അതെല്ലാം എനിക്ക് നന്നാക്കുന്നുണ്ട് കേട്ടോ. ആരാ പിടിക്കാനുള്ള പരിപാടിയാവുന്നേ. കണ്ടില്ലേ, അടിപൊളിയാട്ടോ. നമ്മൾ ഈ യാത്ര മുതലായിട്ട്. കാരണം നമ്മൾ കാണാത്ത ഒരുപാട് മൃഗങ്ങൾ നമ്മൾ നേരിൽ കണ്ട് വീഡിയോസിലൂടെ നിങ്ങൾക്ക് കാണിച്ചും തന്നിട്ടോ. നമ്മളെ കളിപ്പിക്കാട്ടോ. ഒരു ബാക്കോട്ടും മുന്നോട്ടും അതെ ഉടനല്ല. വൈറ്റ് ടൈഗർ കേട്ടോ.
നമ്മളിവിടെ ഒരു സൂം കൂടി ഉണ്ട്. അപ്പോൾ നമ്മളെ ഫോറസ്റ്റിൻ്റെ ഉള്ളിലെ സഫാരി കഴിഞ്ഞ് നമ്മളിവിടെ സൂ ഉണ്ട്, അത് കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇജ്ജ് എന്തൊക്കെ ഇപ്പൊ കണ്ടേ കേറിട്ട്? ആ ബസ്സിൽ കയറിയപ്പം ഞാൻ ആദ്യം കണ്ടത് മാനേനി, പിന്നെ ആന, അങ്ങനത്തെ കുറേ അങ്ങനെ പോയി. മുതലായില്ലേ? പൈസക്കുള്ള മുതലുണ്ട് അല്ലേ? പൈസക്കുള്ള മുതല്. ഓക്കെ എന്നാ. എന്റെ ബാക്കിലുള്ള ജിറാഫാട്ടോ. ജിറാഫിനെ എന്നെ ആരും കണ്ടില്ല, പറഞ്ഞ ഇതാണ് ജിറാഫ്. വീട്ടില് കാണാൻ. പിന്നെ ഇപ്പൊ സമയം ഉച്ചായിട്ടാ. ചോറ് കഴിക്കണല്ലേ? പള്ള കഴിച്ചണല്ലേ? പള്ള കഴിച്ചില്ലേ? നമുക്ക് മൃഗങ്ങളെ കണ്ടിട്ട് പള്ള കഴിപ്പൊന്നും ഇല്ല. അപ്പൊ ഇതാട്ടോ സൂമ് പിന്നെ ജിറാഫിനെ കാണിച്ചു തന്നിട്ടോ നമ്മള്. ഇനി എന്തൊക്കെയുള്ളത് നോക്കട്ടെ. പിന്നെ എന്തൊക്കെയുള്ളതെന്നൊക്കെ കാണിച്ചാലാ. അതിന് മുമ്പ് എല്ലാവരും ഈ വീഡിയോ കാണാൻ്റെ മുമ്പ് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം. സെറ്റ്. ആ സൂവിലേക്കുള്ള വയ്യാണ് കേട്ടത്. ഇവിടെ എന്തൊക്കെയുണ്ട് നമുക്ക് നോക്കാം. ഇവിടെ ഇങ്ങനെ കാണട്ടോ ഓരോ ഐറ്റംസിന്. വേറെന്താ ഉള്ളത്? ടൈഗർ കിടന്നുറങ്ങാണ് കേട്ടോ. അനൂസ് ഇവിടെ കേറിയിട്ടൊക്കെ നോക്കണം കേട്ടോ. അനൂസേ എന്താണല്ലോ അവിടെ? ഇവിടെ നോക്കി. ആ ഓക്കെ, എന്നാ പിടിച്ചോണ്ട് പോകാൻ നമ്മളല്ലേ ടൈഗറിനെ? പറയേ അടിപൊളി. എങ്ങനെ ഉണ്ട്? എവിടെ സ്ഥലം? ബാംഗ്ലൂർ അല്ലേ? ഓക്കെ. സിംഹത്തിന്റെ ഗർജന നോക്കിട്ടോ. സിംഹാണേ അതിന്റെ ബാക്കിലാട്ടോ. ഇതേ ഒരാള് പറയാം ഇത് പന്നിയാന്ന്, ഈ പൊട്ടത്തി. എത്ര സാധനം യമ്മാണ് കേട്ടോ. ഓക്കെ. സിംഹത്തിന് ഒച്ചപ്പാടുണ്ടാക്കണ്ട്. അതിന് ഇനി കാര്യമായിട്ട് എന്തോന്ന് കാണാൻ പോണ്ട്. ഇവിടെ ചെന്നായ്ക്കളൊരു ബോർഡ് കാണുന്നുണ്ട്. ഓളെന്നെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ നമുക്ക്. എവിടെ? ആ കടക്കണല്ലേ? ഓള് കണ്ടിട്ടോ. ഇടയിലുണ്ടോ? ഓളെന്നെ കണ്ടുപിടിച്ച്. ആ അത് എണീറ്റിട്ടില്ല കേട്ടോ. എണീക്കാന്റെ മാർഗം ഉണ്ടാക്കും. കുറുക്കന്മാരെ മടയെന്ന് നിന്നാലേ അനുസേ? മടയെന്ന് ഇറങ്ങിയെന്നാ കേട്ടോ. ആളെ എണീറ്റിട്ടുണ്ട് കേട്ടോ അവിടെ. എനിക്ക് നല്ല സെറ്റപ്പിൽ ഗുഹ ഒക്കെ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. നല്ലൊരു നാച്ചുറാലിറ്റിയിൽ നിന്ന് നിൽക്കാൻ പറ്റുന്ന ഒരു ഏരിയ കേട്ടോ. എല്ലാ സെറ്റപ്പും ഒരു എങ്ങനെയാണോ കാട്ടു വസിക്കുന്നത് അതേ രൂപത്തിലാട്ടോ ചെയ്ത് വെച്ചത്. ഇത് ഹൈന എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബേർഡാണ്. ഇതാണ് കേട്ടോ, മൃഗമാണ് കേട്ടോ. ഇത് ജീവനോട് കൂടിയിട്ട് മൃഗങ്ങളെ തിന്നുന്നൊരു ക്രൂരമായിട്ടുള്ളൊരു ജീവിയാണ് കേട്ടോ. നമ്മൾ ഈ ആനിമൽ പ്ലാന്റിലൊക്കെ കാണാനല്ലോ എല്ലാം കേട്ടോ. ഇതിന്റെ പേരെന്താ അതിൻ്റെ? ഹൈന. ആ എൻ്റെ പേര് ഹൈഫ. എങ്ങനെ? ഇജ്ജി പക്ഷിയോ? അതെന്തിനാ ഹൈഫ എന്നല്ല എൻ്റെ പേര്? ഇജ്ജി പക്ഷിയാ? ഹൈന എന്ന് പറഞ്ഞ മൃഗാണ്. ഹൈനനെ കുറിച്ച് പറയുമ്പോൾ പറയും എൻ്റെ പേരിന്റെ മാതിരി. ആ ഹൈഫ ഹൈന എന്ന് പറഞ്ഞ സാധനത്തിനാണ്. ഓളെ പേര് ഹൈനു എന്നാ വിളിക്കുന്ന പേര്. അപ്പൊ അതാണ് കേട്ടോ പറഞ്ഞത്. അതായിട്ട് ഞങ്ങളിങ്ങനെ ഈ ഒരു ആരോ നോക്കിയിട്ട് ഇങ്ങനെ നടക്കാൻ കേട്ടോ. അടിപൊളിയാണ് കേട്ടോ, വേറെ ലെവലാണ്. നമ്മളെ ഇമ്രാൻ അവിടെ ഉണ്ട് കേട്ടോ, മാമന്റെ കൂടെ കളിക്കണ്. കുറുക്കന്മാരുണ്ട് കേട്ടോ ആ തലക്കുള്ള. ഒരാളുണ്ടല്ലോ നോക്കിക്കണേ അനീസേ, ഒരാളുണ്ടല്ലോ അവിടെ. ഇതാട്ടോ കുറുക്കന്മാര്. ലേക്കിൽ അതിൽ ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ആണല്ലോ കേട്ടോ. തൽക്കാലം നമ്മളത് പോകുന്നില്ല. നമ്മളതൊക്കെ നാട്ടിൽ നിന്ന് ഒരുപാട് പോയോണ്ട് നമ്മള് ബോട്ടിലൊന്നും പോണില്ല. ഞാനാ അപ്പൊ നമ്മള് ബോട്ടിൽ പോയില്ല. ഞാന് കൊറേ വർഷം ഇങ്ങനെ കറക്കണ ഒരു ബോട്ടിലായി. ചവിട്ടി ബോട്ടാട്ടോ അതിന് പറഞ്ഞ്. ചവിട്ടി ബോട്ടിൽ കയറി.
അപ്പം ഇനി നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലേ, നമ്മൾ പോവല്ലേ നീ? ഞങ്ങൾ പോയിട്ട് നമ്മൾ പോയി പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് ഭക്ഷണം റൂമിലോട്ട് പോവാം, നമുക്ക് ഭക്ഷണം കഴിക്കാം. മനസ്സേ ഇതാണ് എന്ത് ഇപ്പോ പൊട്ടാമാസ്. ഓക്കെ, വെള്ളത്തിൽ കിടക്കാൻ ആള്. ഞാൻ വിചാരിച്ച് കളിക്കാൻ തീപ്പെടുക്കണം. ആ തീപ്പെട്ടി പൊട്ടാമാസാന്ന് ചോദിച്ചോളി. വെള്ളത്തിൽ താന്നിക്കാൻ കേട്ടോ. ഒന്നിട്ട് പൊണ്ണ് അയവ കേട്ടോ. ശേഷം ഒക്കെ നല്ല ഹെവി സൈസാണ് കേട്ടോ ഇതൊക്കെ വരുന്നത്. ഇത് നേരെ അപ്പുറത്ത് ഒന്നുണ്ട് തോന്നുന്നു, അവിടെ ഒരു കുളം ഉണ്ട് കേട്ടോ. നമ്മൾ ബാംഗ്ലൂരിലെ ട്രിപ്പ് കഴിഞ്ഞ് അപ്പൊ അങ്ങോട്ട് നോക്കി കേട്ടോ ബാംഗ്ലൂർ മെട്രോ, ബാംഗ്ലൂർ നഗരം കാണിച്ചത്. അപ്പോൾ ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, നമ്മളൊരു ചെറിയ വീഡിയോ ആണ്, സ്റ്റാർട്ടിങ് വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം. തൽക്കാലം ബൈ ബൈ.